നമ്മുടെ ഈ കഥ നടക്കുന്നത് നമ്മുടെ അപ്പൂപ്പൻ്റെ കാലത്താണ്. ഞാനൊക്കെ ചെറുപ്പം മുതലേ കേട്ടു പോകുന്നൊരു കഥയാണിത്. ഒന്ന് കേൾക്കാൻ വഴിയില്ല. നമ്മുടെ ഇന്ന് കാണുന്ന തറവാട് പോലെ ആയിരുന്നില്ല അന്നത്തെ തറവാട്. അന്ന് ഏക്കർ കണക്കിന് സ്ഥലത്തിന് നടുക്കായിട്ടായിരുന്നു നമ്മളെ തറവാട്. ഈ തറവാടിൻ്റെ ചുറ്റും കാടായിരുന്നു. ആ കാടിനുള്ളിൽ പണ്ടൊരു കാവുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ അവിടെ ആയിട്ടുണ്ട്. ആ കാവിന് സൈഡിലായിട്ട് ഒരു പാലമരമുണ്ട്. ആ കാവിൽ തന്നെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദുർമന്ത്രവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ പാലേൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പാലമരമില്ലേ, ആ പാലമരത്തിൽ കുറേ ആണിയൊക്കെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ഈ ഒരു വശത്തിൻ്റെ അപ്പുറത്തെ വശത്തായിട്ട് വേറൊരു കാടുണ്ട്. ആ കാട്ടിൽ പണ്ട് കുറേ ദുർമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ കുറേ ആത്മാക്കളൊക്കെ വിരഹിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ തറവാട്. പണ്ടിതുപോലെ കഥകൾ കേട്ടിരുന്ന കാലം ഓർമ്മയുണ്ടോ? ആ കഥകളെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇതുപോലെ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിച്ചാലോ? കഥകളിലൂടെ പഠിക്കുമ്പോൾ തന്നെ ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാനും സാധിക്കും. സോ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാം, കഥകളിലൂടെ പഠിക്കാം, റിലയൻറ്റ് ഇംഗ്ലീഷ് അക്കാഡമിയിലൂടെ.